നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തുള്ള AI കൊണ്ട് ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫോട്ടോ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആ ഫോട്ടോയിൽ നിന്ന് പല വിധത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം AI കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. നിങ്ങളുടെ ഫോട്ടോ നിങ്ങളെടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഷർട്ടിൻ്റെ കളർ മാറ്റാം, ഷൂ ഇല്ലെങ്കിൽ ഷൂ ഇട്ട് ധരിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സീനറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ AI കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച സാധ്യതകൾ ഞാൻ ഈ വീഡിയോ ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ നിങ്ങൾ ആർക്കാണോ ഫോട്ടോ അയച്ചു കൊടുക്കുന്നെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഇനി ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ സാധാരണ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ഗാലറിയിൽ നിന്ന് നമ്മൾ ആ ഫോട്ടോ ഇതിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് താഴെ ഒരു നമ്മുടെ പെൻ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഇതുപോലെ വരും. നമുക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ടാകും. അതിന് തൊട്ട് മുകളിലായിട്ട് ഫോട്ടോയിൽ തന്നെ റീസ്റ്റൈൽ വിത്ത് AI എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണും. നിങ്ങൾക്ക് ഫീച്ചേഴ്സ്, സ്റ്റൈല്, മൂഡ്സ്, ലൈറ്റിങ്, കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനേക്കാളും മികച്ചത് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഫിൽറ്റേഴ്സ് എന്നുള്ളതൊരു ഓപ്ഷൻ കാണും. അതുപോലെ തന്നെ സ്റ്റൈലിഷ് എന്നൊരു ഓപ്ഷൻ കാണും, എഡിറ്റ് എന്നുള്ള ഓപ്ഷനും കാണും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫിൽറ്റേഴ്സ് എന്നുള്ള ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് അതല്ല ഇതിനകത്തുള്ള മികച്ച ഫീച്ചർ. നമുക്ക് താഴെ രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റൈലിഷ് ഉണ്ട്, അതുപോലെ തന്നെ എഡിറ്റ് ഉണ്ട്. ഇവിടെ എഡിറ്റ് എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോയ്ക്ക് എന്താണോ മാറ്റം വരുത്തേണ്ടതെങ്കിൽ അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്താണോ ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആഡ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സ്പേസ് ഇട്ടു. ഇനി എന്താണോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ക്യാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോക്കകത്തേക്ക് ഞാനൊരു ക്യാപ്പ്, ഒരു തൊപ്പി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇട്ട് ക്യാപ്പ് എന്ന് സെറ്റ് ചെയ്ത് താഴെ വലതുഭാഗത്തേക്കുള്ള അരോ മാർക്കിൽ ഈ പച്ച അരോ മാർക്കിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഫോട്ടോക്കകത്തേക്ക് ക്യാപ്പ് ആഡ് ചെയ്ത് തരും. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ആ ഫോട്ടോക്കകത്തേക്ക് ഒരു ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ക്യാപ്പ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നമ്മൾ റിമൂവ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം ക്യാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഈ പച്ച ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് റിമൂവ് ചെയ്യേണ്ട എന്താണോ അത് റിമൂവ് ചെയ്ത് തരും. ഇവിടെ ക്യാപ്പ് റിമൂവ് ആയിപ്പോയി. വീണ്ടും ഡിസ്ക്രൈബ് ക്ലിക്ക് ചെയ്യുകയാണ്. അത് ആഡ് ചെയ്യാനാണെന്നെങ്കിൽ ആഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ആഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് എന്തെങ്കിലും വീട് വേണമെങ്കിൽ വീട്, ഹൗസ് എന്ന് ആഡ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഹൗസ് എന്ന് ടൈപ്പ് ചെയ്തു ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വീടിൻ്റെ ഫോട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇടുക. എന്താണോ റിമൂവ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഫോട്ടോ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വലതുഭാഗത്ത് ഏറ്റവും അവസാനം ആനിമേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ജസ്റ്റ് ചെറിയൊരു ആനിമേഷൻ, വലിയൊരു ആനിമേഷൻ അല്ല, ചെറിയൊരു ആനിമേഷൻ നിങ്ങൾക്ക് ചെയ്ത് തരികയും ചെയ്യും. ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഫോട്ടോ ജസ്റ്റ് ചെറിയൊരു ആനിമേഷനായിട്ട് നമുക്ക് ചെറിയ ജസ്റ്റ് ആനിമേഷൻ മാത്രം, നമുക്ക് സെക്കൻഡുകൾ മാത്രമുള്ള ആനിമേഷനായിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് തരികയും ചെയ്യും. എല്ലാം എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകൾ വലതുഭാഗത്തുള്ള ഈ ടിക്ക് മാർക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് താഴെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കാണോ ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് മനോഹരമായിട്ടൊരു ഫോട്ടോ നിങ്ങൾക്ക് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.